ഒരു റിലേഷൻഷിപ്പ് പോലെ തന്നെ ടോക്സിക് ആകാൻ സാധ്യതയുള്ള ഒന്നാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ചില സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് ആയിരിക്കും. കുറച്ചു നാള് നല്ലോണം സംസാരിച്ചു, പെട്ടെന്ന് അവരിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇനി അതല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ടും ആകാം. എങ്ങനെയാണെങ്കിലും ഈ ഫ്രണ്ട്ഷിപ്പിലും ടോക്സിസിറ്റി ഉണ്ട്. ഫ്രണ്ട്ഷിപ്പിലും ഫേക്കും റിയലും എല്ലാം ഉണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. കാരണം ഒരുപാട് ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുകയും ചെയ്യും. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് 3 കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ആൻഡ് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ഞാൻ പതുക്കെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിനെപ്പറ്റി, അതായത് ഈ ടോപ്പിക്കിനെ പറ്റി ഇനി നിങ്ങൾക്ക് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. സോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ടോക്സിക് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ഒരു വഴിയാണ്, നിങ്ങളുടെ ഇമോഷന് അവര് പ്രത്യേകിച്ച് വിലയൊന്നും തരുന്നില്ല. അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഇമോഷനാണ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാല്, നിങ്ങൾ എന്ത് പറഞ്ഞാലും അവരെപ്പോഴും അത് അവരുടേതാക്കി മാറ്റും. നിങ്ങൾ അവരെ ഫോൺ വിളിച്ചിട്ട് പറയാണ്, എടാ എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല, എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഭയങ്കര ബാഡ് ആയിരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർ നിങ്ങളോട് പറയാണ്, നിനക്ക് ഇത്രയും വിഷമിക്കാൻ എന്താല്ലേ, നിനക്ക് എന്റെ കാര്യം അറിയോ, എനിക്ക് ഇന്നെന്താ സംഭവിച്ചെന്ന് അറിയോ, എനിക്കത് സംഭവിച്ചു, എനിക്കിത് സംഭവിച്ചു. ആൻഡ് അത് അവരുടെ കഥയാക്കി മാറ്റി നിങ്ങൾ പറയാൻ വന്നത് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ ബാക്കിയെല്ലാം അവർ പറഞ്ഞു തുടങ്ങുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തോർത്ത് വിഷമിച്ചിരിക്കുന്നു, നിങ്ങൾ ആരോട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുന്നു. അപ്പൊ തന്നെ നിനക്ക് എപ്പോഴും ഇത് മാത്രമേ പറയാനുള്ളൂ, നിനക്ക് ഇത് വരെ ഇത് വിടാനായില്ലേ, നീ എന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി, ഇതിനേക്കാൾ കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, നീ പിന്നെ എന്താ ഈ പറയുന്നേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇമോഷനെ എപ്പോഴും, അതായത് നിങ്ങളുടെ ഇമോഷനെ അവർ ഒട്ടും പരിഗണിക്കുന്നില്ലെങ്കിലും മനസ്സിലാക്കാം, ഈ ഫ്രണ്ട്ഷിപ്പ് വളരെ ടോക്സിക് ആണ്. കാരണം ഇത് നിങ്ങൾ ഒരുപാട് ഡ്രെയിൻ ചെയ്യും. ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും മ്യൂച്വൽ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. പക്ഷെ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം അങ്ങോട്ടേക്ക് പറയാൻ പോകുമ്പോൾ തന്നെ അവരെപ്പോഴും അവരുടെ കഥയാക്കി അത് മാറ്റുന്നു. നിങ്ങളെ കേൾക്കുന്നില്ല എന്ന് അവർ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, നിങ്ങളുടെ വിഷമം നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എപ്പോഴും നിങ്ങളുടെ ഇമോഷൻസിനും നിങ്ങളുടെ കാര്യങ്ങൾക്കും വലിയ ഇമ്പോർട്ടൻസ് തരാതെ എപ്പോഴും അവരുടെ കാര്യങ്ങൾ മാത്രമാണ് വലുത് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചില സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്ത വരും, പക്ഷെ പിന്നെ നിങ്ങൾ ഫ്രണ്ട് അല്ലേ എന്ന് വിചാരിച്ച് ചിലപ്പോൾ വിട്ടുകളയും. പക്ഷെ മനസ്സിലാക്കാം, ദിസ് ഈസ് എ ടോക്സിക് ഫ്രണ്ട്ഷിപ്പ്. ആൻഡ് ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ഒരുപാട് ഇമോഷണലി ഡ്രെയിൻ ചെയ്യും. പതുക്കെ നിങ്ങൾക്ക് മടുക്കാൻ തുടങ്ങും. ഈവൻ നിങ്ങളുടെ ലോൺലിനെസ് കൂടാൻ ഒരു കാരണം പോലും ആകാം നിങ്ങളുടെ ഫ്രണ്ട്. ആക്ച്വലി ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ലോൺലിനെസ് കുറയ്ക്കാനുള്ള ഒരു സംഭവമാണെങ്കിലും ചിലപ്പോൾ ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ലോൺലിനെസ് കൂട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് നിങ്ങളുടെ ഇമോഷൻസിന് ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് വരാം ചിലപ്പോൾ. ഇനി രണ്ടാമത്തെയാണ് വൺ സൈഡഡ് ഫ്രണ്ട്ഷിപ്പ്. നമ്മൾ ഈ വൺ സൈഡഡ് ലവ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ എഫേർട്ട് എടുക്കുന്നത് നിങ്ങൾ മാത്രമാണ്. എപ്പോഴും നിങ്ങൾ മാത്രമാണ് വിളിക്കുന്നത്, എപ്പോഴും നിങ്ങൾ മാത്രമാണ് മെസ്സേജ് അയക്കുന്നത്, നിങ്ങൾ അങ്ങോട്ടേക്ക് അന്വേഷിക്കുന്നു, നിങ്ങൾ അങ്ങോട്ടേക്ക് കറങ്ങാൻ വിളിക്കുന്നു, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നു. എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വലിയ എഫേർട്ട് ഒന്നും അവർ എടുക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുത്ത് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം അവരുടെ കാര്യമാക്കി മാറ്റുന്നു. ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്നില്ല. അല്ലെങ്കിൽ ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ ഈ കാര്യം ചോദിക്കാനിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അവരെന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്യിക്കുന്നു. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അവർ കൺസേൺ കാണിക്കുന്നില്ല, നിങ്ങളുടെ കാര്യത്തിൽ അവർ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. അവരെപ്പോഴും അവരുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. ആൻഡ് എപ്പോഴും എല്ലാ കാര്യവും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക, ഈ ഫ്രണ്ട്ഷിപ്പ് ടോക്സിക് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇന്ന് ആക്ച്വലി 3 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ 3 കാര്യങ്ങൾ ഇപ്പൊ 2 ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇനി 3ാമത്തെ ഞാൻ പറയുന്നതിന് മുമ്പ് ഇത് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പ് വളരെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ, നിങ്ങളുടെ സമാധാനത്തെ വളരെ ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളതല്ല ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും.
സോ നമുക്കിനി മൂന്നാമത്തതിലേക്ക് പോകാം. ആൻഡ് മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ കൺട്രോൾ വരെ അവരുടെ കയ്യിലാണ്. അതായത് ഇത്രയേ ഉള്ളൂ, നിനക്ക് എന്നെ ഫ്രണ്ടായിട്ട് കിട്ടിയതിൽ നീ ഭാഗ്യം ചെയ്തു എന്നുള്ള ചിന്ത അവർ നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി നിങ്ങൾക്ക് ചില സമയത്ത് തരും. ചിലപ്പോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ നിങ്ങളെ വിളിക്കുവാണ്, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ എന്ന് വിളിക്കുന്നു. എന്നാൽ നിങ്ങൾ അന്ന് ഭയങ്കര ടയർഡാണ്, നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കിടന്നുറങ്ങണം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ ഇരിക്കുവാണ്. അപ്പൊ നിങ്ങൾ അവരോട് പറയുവാണ്, ഇന്ന് വേണ്ട, നമുക്ക് നാളെ പോകാം, ഞാൻ ആക്ച്വലി ഭയങ്കര ടയർഡാണ് എന്ന് പറയുന്നു. നിങ്ങളത് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ അവര് നിങ്ങളോട് പറയാണ്, അല്ലെങ്കിൽ എനിക്കറിയാതെ നീ വരാൻ പോകുന്നില്ലെന്ന്, ഞാൻ മറ്റേ ആ ഫ്രണ്ടിനെ വിളിച്ചു പോക്കോളാം എന്ന് പറയുന്നു. നീ അല്ലെങ്കിലും എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എപ്പോഴും ഞാൻ മാത്രം എഫേർട്ട് എടുക്കുന്നുള്ളൂ, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരും വരില്ല, നിനക്ക് എപ്പോഴും എവിടെങ്കിലും പോണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരും, ഇങ്ങനെ അവർ പറയും. ആക്ച്വലി അവർ എഫേർട്ട് ഒന്നും എടുക്കുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത തരുകയും ചെയ്യും. അതായത് ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചു പോയിക്കോളാം, മറ്റേ ഫ്രണ്ടാണ് നല്ലത്, നിന്നെ കൊണ്ടൊന്നും കാര്യമില്ല, ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടും എന്ന് പേടിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുറെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അവരോട് പോവുകയും ചെയ്യാമായിരിക്കാം. ഇതും ടോക്സിക് ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ആക്ച്വലി നിങ്ങളെ മെന്റലി ഒരുപാട് ഡ്രെയിൻ ചെയ്യും, നിങ്ങൾ ഇമോഷണലി ഒരുപാട് ഒറ്റപ്പെടുത്തും. ആക്ച്വലി ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നത് ഒറ്റപ്പെടലല്ല, അല്ലേ? കാരണം ഫ്രണ്ട് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും കിട്ടാതെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിൽ റിമെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് എഫക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. സോ നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതല്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. ബിക്കോസ് കമന്റ് വായിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ ഒറ്റയ്ക്കല്ല, വേറെ ആൾക്കാർ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി. സോ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ഇനിയും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, താങ്ക് യു സോ മച്ച്.